സാമുദായിക വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയായി CPIM മാറിയെന്ന് NK പ്രേമചന്ദ്രൻ റിപ്പോർട്ടറിനോട്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് വഴിവിട്ടുള്ള പ്രീണനം. തനിക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ CPIM സ്ക്വാഡ് രൂപീകരിച്ച് പ്രചാരണം നടത്തുന്നതായും പ്രേമചന്ദ്രൻ ആരോപിച്ചു. CPIMന്റെ കൽപ്പിത വ്യാജങ്ങൾ ആരും വിശ്വസിക്കില്ല എന്ന് അബ്ദുൾ സമദ് സമദാനി റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. CA ബില്ലിനെതിരെ പാർലമെന്റിൽ AM ആരിഫ് മാത്രമാണ് എതിർത്തതെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കാണ് റിപ്പോർട്ടർ അശ്വമേധത്തിൽ പ്രേമചന്ദ്രന്റെ മറുപടി. സാമുദായിക വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചും പ്രീണിപ്പിച്ചും വോട്ട് നേടുകയാണ് CPIM ലക്ഷ്യം. രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷമുള്ള മോദി അനുകൂല പ്രമേയത്തിനെതിരെ സംസാരിക്കാതെ എളമരം കരീം BMS സമ്മേളനത്തിന് പോയത് എന്തിനാണെന്നും NK പ്രേമചന്ദ്രൻ ചോദിച്ചു. AM ആരിഫ് മാത്രമാണ്. എന്തൊരു സത്യത്തിൽ എനിക്ക് സഹതാപം തോന്നുന്നു അദ്ദേഹത്തോട്. രാമക്ഷേത്ര നിർമ്മാണം നടത്തിയതിന് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രമേയം സഭയിൽ വന്നപ്പോൾ BMSന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞ് സമ്മേളനം പോലും ബഹിഷ്കരിച്ച് പങ്കെടുത്ത എളമരം കരീം അതിനൂടെ മറുപടി പറ. ഇന്ന് കേരളത്തിൽ വർഗീയതയെ സാമുദായികമായി വർഗീയതയെ പ്രീണിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുന്നതിൽ മറ്റേതൊരു പാർട്ടിയേക്കാൾ മുമ്പിൽ നിൽക്കുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്ക്വാഡ് രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ് CPIM. LDF കൺവീനർ അടക്കമുള്ള നേതാക്കൾ ഇതിന് നേതൃത്വം നൽകുന്നു. രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടി വന്നാലും BJPയിൽ പോകില്ല. വ്യാപകമായി LDFന്റെ കൺവീനർ ഉൾപ്പെടെയുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ മുസ്ലിം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ പോയി സ്പെഷ്യൽ സ്ക്വാഡ് നടത്തി ഈ വിഷയം ചർച്ചയാക്കി മാറ്റണമെന്നുള്ള നിർദ്ദേശമാണ് കേഡേഴ്സിന് കൊടുത്തിരിക്കുന്നത്. എത്രത്തരം പ്രലോഭനങ്ങളോ ഭീഷണിയോ വന്നാലും ആ രാഷ്ട്രീയം അവസാനിപ്പിച്ച് ഇവിടെ പൊതുസേവനം തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട കാര്യം. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനിയും രംഗത്തെത്തി. പൗരത്വ ബില്ലിനെതിരെ കോടതിയെ ആദ്യം സമീപിച്ചത് മുസ്ലിം ലീഗാണെന്നും സമദാനി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇന്ത്യയുടെ പ്രതീക്ഷ കോൺഗ്രസിലും രാഹുൽ ഗാന്ധിയിലുമാണ്. തീർത്തും വ്യാജമായ പ്രചാരണമാണ്. മുസ്ലിം ലീഗിന്റെ, ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ശക്തമായ നിലപാടുണ്ട് ഈ കാര്യത്തിൽ. ഇന്ത്യയുടെ പ്രതീക്ഷ കോൺഗ്രസിലുമാണ്, രാഹുൽ ഗാന്ധിയിലുമാണ്. മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം റിപ്പോർട്ടർ, കൊല്ലം.